നിങ്ങൾ എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ? ആണോ? അങ്ങനെയുള്ളവരല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചോ ഇല്ലയോ എന്ന്? എന്നാൽ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ദൈവം ചിലവരുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ടില്ല. കാരണമൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിച്ചിട്ടില്ല. അത് എവിടെയാണെന്നായിരിക്കും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അത് മത്തായി ആറാം അധ്യായം 9-15 വരെ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നു ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങൾക്കല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ശ്രദ്ധിച്ച് നോക്കിയ മത്തായി 6 അധ്യായം 15 പറയുന്നു, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങൾ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. എന്തൊരവസ്ഥയല്ലേ! ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലും ശത്രുക്കളോ നിങ്ങളെ ഉപദ്രവിച്ച ശത്രുക്കളോട് ക്ഷമിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും അവരോട് പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കണം. അപ്പോൾ ചിലവരുടെ സംശയമാണ്, പൂർണ്ണ മനസ്സോടെ ഞാൻ ക്ഷമിച്ചാലും ആ ഓർമ്മ നിലനിൽക്കില്ലേ? അത് പ്രശ്നമാവോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ചില സമയങ്ങളിൽ അത് വന്നുകൊണ്ടേയിരിക്കും അല്ലേ മനസ്സിൽ. പക്ഷെ നമ്മൾ ക്ഷമിച്ചാലോ? മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം വന്നുകൊണ്ടേയിരിക്കും. അത് മറക്കാൻ പറ്റില്ല. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെയാണ് ഇതും. നമ്മുടെ ഓർമ്മ അത് ഉണ്ടായിരിക്കും. പക്ഷെ നാം ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗത്തെ 2 കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാൻ പറ്റും. നമ്മുടെ പിഴകൾ നമ്മളുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും. അതുകൊണ്ടാണ് നമുക്ക് സ്വർഗത്തിൽ പോവാം. അതുപോലെ തന്നെ നമ്മുടെ ബിറ്റർനെസ്, ഈ ഡെവിൾ അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെടും നാം ഒരാളോട് ക്ഷമിച്ചാൽ. മനസ്സിലായോ? അങ്ങനെയും സംഭവിക്കാം. ഈ രണ്ട് കാര്യം സംഭവിക്കണം. നമ്മുടെ ശത്രുവിനോട് ക്ഷമിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുവഴി നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാം. രണ്ടാമത്തത്, ശത്രുവിന് നമ്മുടെ മേലുള്ള ആധിപത്യം നഷ്ടപ്പെടും. നാം പാപത്തിൽ നിന്നും ശത്രുവിൽ നിന്നുള്ള ശത്രുവിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും നാം സ്വതന്ത്രം കിട്ടും. ഫ്രീ ഫ്രം ആൾ വേ ഫ്രം ദ സാത്താൻ അല്ലെങ്കിൽ ഡെവിൽ.
ഗോഡ് ബ്ലെസ് യു.